ആദരണീയരായ CS മുരളി, ഗീതാനന്ദൻ, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഉണ്ടാകേണ്ട ഒരാളായിരുന്നു ഞാൻ. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇന്നലെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ചകൾ സൂക്ഷ്മമായി നേരിട്ട് മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ കഴിഞ്ഞില്ല എന്നത് ഒരു വലിയൊരു പരിമിതിയും വീഴ്ചയുമാണ്. ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശമായ ഒരു സങ്കല്പമുള്ളത്. അത് മുഖ്യമായും ഇന്ത്യൻ സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ഡോക്ടർ BR അംബേദ്കറുടെ പങ്കിനെ സംബന്ധിച്ച ഏറ്റവും ചില പുതിയ ഉൾക്കാഴ്ചകളെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അതിൻ്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കും. ഒരുപക്ഷേ ഈ ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പം എന്ന നിലക്കുള്ള പരമ്പരാഗതമായ സംഭാഷണങ്ങൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളവരാണ്, പലപ്പോഴും അതിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ളവരാണ്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന 2 പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ 4 തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാമൂഹിക വിവേചനങ്ങളെ സംബന്ധിച്ചൊരു പഠനം കഴിഞ്ഞ ഒരു 4 വർഷമായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചൊരു സംഘം നടത്തി വരികയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഈ സ്ത്രീകൾക്ക് മേലുള്ള അടിച്ചമർത്തൽ, പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് മേലുള്ള അടിച്ചമർത്തൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണത്തിൻ്റെ സാധ്യത ആണ് ആദ്യം അവർ 2012 ആലോചിക്കുന്നത്. ആ ആലോചന തുടർന്ന് മുന്നോട്ട് പോവുകയും ഈ 4 സംസ്ഥാനങ്ങൾ ഏതാണ്ട് 100-ലധികം ആൾക്കാരുമായി നേരിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട്, അത് ഈ 100-ലധികം ആൾക്കാർ വളരെ സെലക്റ്റീവായിട്ട് അവരെടുത്തതാണ്. രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സമുദായ പ്രവർത്തകരുണ്ട്, വക്കീലന്മാരുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, എഴുത്തുകാരുണ്ട്. അങ്ങനെയുള്ള നിരവധി ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയും നിയമവ്യവസ്ഥയുടെ യുക്തിയും നിയമവ്യവസ്ഥയുടെ ഉപയോഗിക്കുന്ന പദാവലിയും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവേചനങ്ങളെ ശരിയായ രീതിയിൽ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ പര്യാപ്തമല്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയ കാര്യം. അതുകൊണ്ട് കേവലമായ ഒരു നിയമനിർമ്മാണം കൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ലെന്നും, മറിച്ച് ഈ നിയമനിർമ്മാണത്തോടൊപ്പം തന്നെ നിയമനിർമ്മാണം ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ ഈ ലീഗൽ സിസ്റ്റത്തിൻ്റെ തന്നെ, നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ തന്നെ യുക്തികളെ പൊളിച്ചെഴുതേണ്ട ഒരു ആവശ്യമുണ്ട് എന്നും, അതിലേക്ക് സമൂഹത്തിന് പോകാൻ കഴിയണമെങ്കിൽ വളരെ വിപുലമായ ഈ പറയുന്ന വിവേചനങ്ങൾക്കെതിരായ വലിയൊരു കാമ്പയിൻ സമൂഹത്തിൽ നടത്തണമെന്നാണ് അവർ അവസാനം എത്തിച്ചേർന്ന ഒരു നിഗമനം. അങ്ങനെ വളരെ വലിയൊരു സാമൂഹിക കാമ്പയിനിലൂടെ സമൂഹം എത്തിച്ചേരുന്ന ഒരു അവബോധമാണ് ഈ പുതിയ അവകാശ സ്ഥാപനത്തിൻ്റെ അടിത്തറയായി നിൽക്കേണ്ടതെന്നാണ് അവർ ദീർഘകാലമായി ഒരു 5-6 വർഷത്തെ ഗവേഷണത്തിലൂടെ അവരെത്തിച്ചേർന്ന ഒരു നിഗമനം. രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന വിവേചനങ്ങളെക്കുറിച്ച്, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സിനെതിരായ വിവേചനങ്ങളെക്കുറിച്ച് അന്വേഷണം തുടങ്ങുകയും ആ അന്വേഷണം ഓരോ പടിയായി മുന്നോട്ട് പോകുമ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് പോലും ഒരു ഏകമാനമായ 1 ഡയമെൻഷനലായിട്ടുള്ള ഒരു സാമൂഹിക സംഗതിയല്ലെന്നും, സ്ത്രീകൾക്കകത്ത് തന്നെ നിരവധിയായ വിഭജനങ്ങളുണ്ടെന്നും, ആ വിഭജനങ്ങളിലെ ഓരോ ഘടകവും അനുഭവിക്കുന്ന സാമൂഹ്യ വിവേചനങ്ങളുടെ രൂപം വ്യത്യസ്തമാണെന്നും, അതുകൊണ്ട് ആ വ്യത്യസ്തതകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്നതായിരുന്നു അവരെത്തിച്ചേർന്ന രണ്ടാമത്തെ ഒരു കാര്യം. അതിൻ്റെ തുടർച്ചയിൽ എനിക്ക് ആ റിപ്പോർട്ട് വളരെ പ്രധാനമാണെന്ന് തോന്നിയത്, അവർ ഏറ്റവും അവസാനം എത്തിച്ചേർന്ന കാര്യം,
കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതീയമായ വിവേചന രൂപങ്ങളാണ് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വിവേചന രൂപങ്ങളെയും ഓവറാർച്ച് ചെയ്ത് പൊതിഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിവേചന രൂപമെന്നാണ് അവർ ആ റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നതൊരു സ്വാഭാവികമായും ജാതിയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വിവേചനങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനമെന്നിവർ കണ്ടെത്തുന്നതിലൂടെ വളരെ സ്വാഭാവികമായും ഈ റിപ്പോർട്ട് പിന്നെ അംബേദ്കറിലേക്ക് എത്തിയിരിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, വളരെ നേരിട്ട് തന്നെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജനാധിപത്യ സങ്കല്പമാണ് പിന്നെ അത് ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ആത്മാർത്ഥമായി ചെയ്തൊരു വർക്കായതുകൊണ്ട് അവരാദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിവേചനത്തിനെതിരെ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു സംഘം യഥാർത്ഥ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി മുട്ടി അവസാനം അംബേദ്കറിൽ എത്തിച്ചേരുന്നതിൻ്റെ ഒരു അനുഭവമാണ്. വൈജ്ഞാനികമായ സാമൂഹ്യശാസ്ത്രപരമായ അന്വേഷണം നടത്തിയൊരു സംഘം ഈ അടുത്ത കാലത്ത്, ഇന്നലെ ആയിരുന്നു, മിനിഞ്ഞാന്നായിരുന്നു ആ ബുക്കിൻ്റെ റിലീസിങ് ബാംഗ്ലൂരിൽ നടന്നത്. ഞാനതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ബുക്ക് റിലീസ് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു ഓഡിയൻസ്, 200-ഓളം പേരടങ്ങുന്നൊരു ഓഡിയൻസ്. ഈ ഓഡിയൻസ് മുഴുവനും വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. അതൊരിക്കലും ദളിതരുടെയോ ആദിവാസികളുടെയോ മാത്രമായൊരു ഗ്യാതറിംഗ് ആയിരുന്നില്ല. ദളിതരുണ്ടായിരുന്നു, ആദിവാസികളുണ്ടായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു, അമ്പക്രൈറ്റുകളുണ്ടായിരുന്നു, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ചവരെല്ലാവരും തന്നെ ഈ ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഈ ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ചിട്ടാണ് അവർ ഒന്ന് ഉറപ്പിച്ച് പറയുവാൻ ശ്രമിക്കുകയും അതുപോലെ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സാമൂഹ്യ ധാരണകളെ എങ്ങനെയാണ് നമ്മൾ വിമർശ വിധേയമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും അവിടെ ചർച്ച നടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നമ്മളുടെ ഈ തെന്നിന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ രണ്ടാമത് ഒരു കാര്യം, ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ച് ഏറ്റവും അവസാനം പുറത്തു വന്ന 2018 നവംബറിൽ പുറത്തു വന്ന കുറേ ലേഖനങ്ങളുടെ ഒരു സമാഹാരം കാണാനിടയായി കഴിഞ്ഞ ദിവസം. അപ്പം അതിനകത്ത് ഉള്ള ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ഡോക്ടർ BR അംബേദ്കർക്ക് സൗത്ത് ആഫ്രിക്കയോട് സംസാരിക്കാൻ കഴിയുമോ എന്നതായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മണ്ടേല അധികാരമേറ്റതിന് ശേഷമുള്ള അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പീരീഡിന് ശേഷം ഉയർന്നു വന്ന പുതിയ തലമുറ ഒരേ സമയം ANC-യുടെ പോളിസികളെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ ഈ ANC-യുടെ പോളിസികളെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ANC-ക്ക് വൈറ്റ് ക്യാപിറ്റൽ, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വെള്ളക്കാരുടെ മൂലധന ആസ്തികൾ, ശക്തി എങ്ങനെയാണ് ആഫ്രിക്കയെ വീണ്ടും പുതിയ തരത്തിലുള്ളൊരു അപ്പാർത്തൈഡിലേക്ക് നയിക്കുന്നത് എന്ന വളരെ ഗൗരവതരമായ വിമർശനം ഉന്നയിക്കുന്ന പുതുതലമുറയുടെ വലിയൊരു പ്രസ്ഥാനം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ പുതുതലമുറ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്ന് ഗാന്ധിയുടെ പ്രതിമ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നായിരുന്നു. ഗാന്ധിയുടെ പ്രതിമ അവിടെ നിന്ന് നീക്കം ചെയ്യണം. പകരം ആര് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ ലേഖനം വളരെ വിശദമായും ചർച്ച ചെയ്തിട്ട് എത്തിച്ചേരുന്ന സ്വാഭാവികമെന്ന് പോലും പറയാവുന്ന തരത്തിൽ പ്രത്യയശാസ്ത്ര വിശകലനത്തിലൂടെ, ചരിത്ര വിശകലനത്തിലൂടെ എത്തിച്ചേരുന്ന ഒരു കാര്യം ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പങ്ങൾക്കാണ് സൗത്ത് ആഫ്രിക്കയിലെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, അവിടെ ഇന്ത്യക്കാരുണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അവിടുത്തെ ഏറ്റവും തദ്ദേശീയ ജനവിഭാഗങ്ങളെന്ന് വിളിക്കാവുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി, ഇങ്ങനെ വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികളുള്ളൊരു സ്ഥലത്ത് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുവാൻ ഇപ്പോൾ കഴിയുന്ന അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സങ്കല്പനങ്ങൾ നമുക്ക് ഏറ്റവും സമൃദ്ധമായി ലഭ്യമാകുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തിൽ നിന്നാണെന്ന് ആ പഠനം അടിവരയിട്ട് പറയുന്നു. ഇത് രണ്ടും ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ കേരളത്തിൽ കുറേ കാലമായിട്ട് ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തെ സംബന്ധിച്ചും ഡോക്ടർ BR അംബേദ്കറെ സംബന്ധിച്ചും ഒക്കെ നിരന്തരമായി സംസാരിക്കുന്നവരും കേൾക്കുന്നവരുമാണ്.
എന്നാൽ ഇന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ നേരിടുന്ന ആഭ്യന്തരമായ ശിഥിലീകരണത്തിൻ്റെയും തകർച്ചയുടെയും മൂലധന വാഴ്ചയുടെയും ഒരു ഘട്ടത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്കും ഒരു ജനാധിപത്യ മൂല്യത്തിലേക്കും സമൂഹത്തിന് പോകാൻ കഴിയുമെന്ന ചോദ്യത്തിൻ്റെ വലിയൊരു ഉത്തരമായി ലോകത്തിന് മുന്നിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. അതിൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ നൽകാണ് ഈ അന്വേഷണത്തിൻ്റെയും സൗത്ത് ആഫ്രിക്കയുടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇതിലൂടെ നമ്മൾ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു ഒരു പക്ഷേ 3-4 കൊല്ലം മുൻപ് വരെ പറഞ്ഞിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പുതിയ സാഹചര്യത്തിൽ അതിനെ ആവർത്തിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന തരത്തിൽ അത് ആവർത്തിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു സാഹചര്യത്തെ നേരിടാൻ പറ്റില്ല. രണ്ട്, ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കേൾവിക്കാരുടെ ഡയമെൻഷൻ, അതിൻ്റെ ഉള്ളടക്കം മാറിയിട്ടുണ്ട്. നമ്മളല്ല, സൗത്ത് ആഫ്രിക്കയിലെ മനുഷ്യരും യൂറോപ്പിലെ മനുഷ്യരൊക്കെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കേൾക്കുന്നത്. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് 80കളിലും 90കളിലും 2000-ത്തിലൊക്കെ പറഞ്ഞ അംബേദ്കറെക്കുറിച്ചല്ല ഇന്ന് യഥാർത്ഥത്തിൽ ലോകം സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അംബേദ്കറിനെ സംബന്ധിച്ച സങ്കല്പനങ്ങൾ പോലും പൊളിച്ചെഴുതാനും മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ നിർബന്ധിക്കുന്ന ഒരു ലോക സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കുക എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ തിങ്കറെക്കുറിച്ചും ഒരു ലോകത്തിന് ബാധകമായ ഒരു രാഷ്ട്രീയ ചിന്തകനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡോക്ടർ ബി ആർ അംബേദ്കർ കേവലം ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നതിനപ്പുറം കേരളത്തിലെ ഇന്ത്യയിലെ അയിത്ത സമൂഹങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ സമൂഹത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയും രാഷ്ട്രീയ തത്വചിന്തയെ വ്യാഖ്യാനിക്കുകയും ചെയ്തതിലൂടെ ലോകത്തിന് ബാധകമായ ഒരാളായി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നായാലും എവിടെ നിന്നായാലും ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗ്ലോബൽ ആഗോളതലത്തിൽ തന്നെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് വളരെ വലിയ ഉത്തരങ്ങൾ നൽകാൻ കഴിയുന്ന വലിയ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വലിയൊരു നീക്കിയിരിപ്പാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ഒരു ആമുഖമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇവിടെ അസൈൻ ചെയ്തിട്ടുള്ളൊരു വിഷയം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പം എന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഇന്ത്യക്കകത്ത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാനപരമായി ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വരൂപിച്ചെടുത്തൊരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പം യഥാർത്ഥത്തിൽ ഉദയം ചെയ്യുന്നത്. അതിൽ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച അംബേദ്കറിൻ്റെ ഈ വേറിട്ട കാഴ്ച, വ്യത്യസ്തമായ ഒരു കാഴ്ച അംബേദ്കർക്ക് സാധ്യമായത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രശ്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾ എന്ന് വിളിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചതിലൂടെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വേറിട്ടൊരു സങ്കല്പം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇല്ലാത്ത വേറൊരു സങ്കല്പം ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വരൂപിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് വേറൊരു സങ്കല്പം അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പോലും ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്ന കലാപങ്ങളിൽ നിന്നല്ല അംബേദ്കർ ആരംഭിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എടുക്കേണ്ടതുണ്ട്. മറിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നടന്ന വ്യത്യസ്തമായ മൂല്യരൂപീകരണങ്ങളുടെ സംഘർഷത്തിൽ അകത്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യ ചരിത്രത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അംബേദ്കറുടെ വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന പുസ്തകം നമ്മൾ സൂക്ഷ്മമായി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇന്ത്യയെ പരിപൂർണമായ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന തകർച്ചയുടെ ഗതിവേഗം കൂട്ടിക്കൊണ്ടിരുന്ന ഈ വൈദിക പാരമ്പര്യത്തിൻ്റെ മൂല്യമണ്ഡലത്തെ തിരുത്തിക്കൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും അതിനെ അപ്രസക്തമാക്കിക്കൊണ്ടും ബുദ്ധൻ നടത്തുന്ന വലിയൊരു മുന്നേറ്റത്തെയാണ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി ഡോക്ടർ ബി ആർ അംബേദ്കർ കാണുന്നത്. ഞാൻ പറയുന്നത്
ഈ ചരിത്രമെന്നത് കലാപങ്ങളുടെ ഒരു ചരിത്രമാണ് എന്ന ഒരു രേഖീയമായ യാതൊരു വിധത്തിലുള്ള ധാരണയും ഡോക്ടർ ബി ആർ അംബേദ്കർ പുലർത്തിയിരുന്നില്ല. തീർച്ചയായും സമൂഹത്തിൽ സാമൂഹ്യ സംഘർഷങ്ങൾ എന്നത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. സാമൂഹ്യ സംഘർഷങ്ങൾ ഉണ്ടാവും. കാരണം നമ്മുടെ സമൂഹം അത്രമേൽ പവർ റിലേഷനിൽ, അധികാര ബന്ധങ്ങളിൽ അത്രമേൽ അസമത്വം നിറഞ്ഞൊരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് സംഘർഷങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ സംഘർഷങ്ങളെ കേന്ദ്രീകരിക്കുന്ന, കലാപങ്ങളെ കേന്ദ്രീകരിക്കുന്ന സാമൂഹിക ഭാവന എന്നത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. സംഘർഷങ്ങളുണ്ടാവും, സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഏതൊരു ഘട്ടത്തെ നമ്മൾ എടുത്താലും, ഏതൊരു സോഷ്യൽ മൂവ്മെൻറ്റ് എടുത്താലും അതെല്ലാം വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. പക്ഷേ സംഘർഷങ്ങളെ കേന്ദ്രീകരിച്ച ചരിത്രബോധ്യങ്ങളും സംഘർഷങ്ങളെ കേന്ദ്രീകരിച്ച രാഷ്ട്രീയ ഭാവനയുമല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മളോട് പറയുന്നത്. മറിച്ച് സമൂഹത്തിലെ മൂല്യസംഘർഷങ്ങളെയും മൂല്യരൂപീകരണത്തെയാണ് പ്രധാനമായും ഡോക്ടർ ബി ആർ അംബേദ്കർ കാണുന്നത്. അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിന്തയിൽ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചിന്തയിലായാലും കൊള്ളാം, രാഷ്ട്രീയ ചിന്തയിലായാലും കൊള്ളാം, ധമ്മം എന്നത്, ധർമ്മം നമ്മൾ പറയുന്ന ധാർമ്മികത എന്നൊക്കെ വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ധർമ്മം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി അദ്ദേഹം ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കാനൊരു കാരണം ഇന്ത്യൻ സമൂഹം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധാർമികമായ ഒരു വ്യവസ്ഥ നിലനിന്ന ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടെത്തുന്നതിലൂടെയാണ് ധാർമ്മിക വ്യവസ്ഥ എന്നത് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് എത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള അടിവരയിടൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഓരോ പഠനത്തിലും ഓരോ നിലപാടുകളിലും നമുക്ക് സൂക്ഷ്മമായി കാണുവാൻ കഴിയും. ഈ നിലക്ക് ഇന്ത്യയെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു ചരിത്രധാരണ, ഇന്ത്യൻ സമൂഹത്തിലെ പ്രകൃതത്തെ സംബന്ധിച്ച്, ഇപ്പോൾ ഡോക്ടർ മഹാത്മാഗാന്ധി ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു ഘട്ടത്തിൽ ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പറയുക എന്നാണ് അർത്ഥം. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് പറയുക എന്നല്ല. ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുക എന്ന് തന്നെയാണ്. ജാതിയെക്കുറിച്ച് പറയുക എന്നാൽ ഇന്ത്യയെക്കുറിച്ച് പറയുക എന്നാണ് അർത്ഥം. ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് രൂപപ്പെട്ടത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അത് ഭാവന ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ജാതിയെക്കുറിച്ച് പറയുക എന്നാൽ അർത്ഥം. ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതികൾ ഇന്ത്യയിൽ എന്ന പുസ്തകം ഇവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം തന്നെ എങ്ങനെയാണ് അടിസ്ഥാനപരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിനകത്തുള്ളത്. അത് നമ്മളീ പറയുന്ന ഈ പട്ടികജാതിക്കാരുടെ കാര്യമോ പട്ടികവർഗക്കാരുടെ കാര്യമോ ഒന്നുമല്ല. അതിനകത്ത് വളരെ വ്യക്തമായും ഇന്ത്യൻ ലോകത്തിലെ തന്നെ സാമൂഹ്യ ശാസ്ത്രകാരന്മാരുടെയും ചരിത്രകാരന്മാരുടെയും നിഗമനങ്ങളെ മുൻവെച്ചിട്ട് ഈ കാസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശദീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ തന്നെ അടിസ്ഥാന പ്രകൃതം എന്താണ്, ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമായി അതിൻ്റെ മൂല്യമണ്ഡലം എങ്ങനെയാണ് ഈ ജാതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ ഈ ജാതികൾ ഇന്ത്യയിൽ എന്ന പുസ്തകത്തിൽ സതി എന്ന് പറയുന്നൊരു സമ്പ്രദായം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഉണ്ടായത് എന്നൊരു ചോദ്യം അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. സതി എന്ന സമ്പ്രദായം അങ്ങനെ, സതി പോലെ വളരെ ഇല്ലോജിക്കലായ, ഒട്ടും യുക്തിഭദ്രമല്ലാത്ത ഒരു 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 ആചാരം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം കണ്ടെത്തുന്നത് ജാതിയിലാണ്. ജാതിക്ക് നിലനിൽക്കണമെങ്കിൽ മിനിമം വേണ്ട ചില മുന്നുപാധികളുണ്ട്. അതിലൊന്ന്, ഒരു ജാതിക്കകത്ത് സ്ത്രീയുടെയും പുരുഷൻ്റെയും എണ്ണം, അനുപാതം ഏകദേശം തുല്യമായിരിക്കുക എന്നതാണ്. അതുകൊണ്ട് അധികം വരുന്ന സ്ത്രീ എപ്പോഴും ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ മിച്ചമാകുമ്പോൾ അധികം വരുന്ന സ്ത്രീ എപ്പോഴും ഈ ജാതിയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും അംബേദ്കർ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ അധികം വരുന്ന സ്ത്രീയെ ലൈംഗികമായി നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികളിലൊന്നായിട്ട് വേണം സതിയെ മനസ്സിലാക്കാൻ, നിർബന്ധിത വൈധവ്യത്തെ മനസ്സിലാക്കാൻ എന്ന് അംബേദ്കർ ഈ ജാതികൾ ഇന്ത്യയിൽ എന്ന കൃതിയിൽ കണ്ടെത്തുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ജാതികൾ ഇന്ത്യയിൽ എന്ന പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം ജാതിയെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യൻ സമൂഹം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു ചിത്രമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് നൽകുന്നത്. ആ വേറിട്ട ഒരുപക്ഷെ ദേശീയ പ്രസ്ഥാനത്തിൽ ഇല്ലാതിരുന്നത്, അത് ദേശീയ പ്രസ്ഥാനം ഇല്ലാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്കായിരുന്ന ഗാന്ധി വളരെ വ്യക്തമായും ഗാന്ധി എഴുതിയിട്ടുണ്ട് ഹിന്ദു സ്വരാജിനകത്ത്. ദർ ഇസ് നോ എലമെൻ്റ് ഓഫ് ഹൈറാർക്കി ഇൻ കാസ്റ്റ് സിസ്റ്റം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൈറാർക്കിയുടെ കാര്യം
അങ്ങനെ ഒരു സംഗതി മേൽക്കീഴ് വ്യവസ്ഥ എന്ന് പറയുന്നൊരു കാര്യം ജാതിയിലില്ല എന്ന് ഗാന്ധി തുറന്നെഴുതുന്നുണ്ട്. മാത്രമല്ല ജാതി അത്ര കുഴപ്പം പിടിച്ചൊരു കാര്യമാണെന്ന് ഗാന്ധി മനസ്സിലാക്കുന്നത്. അയിത്തം കുഴപ്പമാണെന്ന് ഗാന്ധിക്ക് എന്നും നല്ല ബോധ്യമായിരുന്നു. അയിത്തം ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഗാന്ധി പറയുമ്പോഴും ജാതിയോ വർണ്ണവ്യവസ്ഥയോ എന്തെങ്കിലും കുഴപ്പമാണെന്ന് ഗാന്ധിക്ക് ഒരിക്കലും ബോധ്യമായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അങ്ങനെ ഈ കാസ്റ്റിനകത്ത് യാതൊരു വിധത്തിലുള്ള ഹൈറാർക്കിയുമില്ല എന്ന ഉണ്ടായിരുന്ന ഗാന്ധിയും ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന കാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മുന്നിൽ പരിപൂർണമായും പരാജയപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമ്മുടെ മുന്നിൽ. ഇത് പരാജയപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതിയെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഹൈറാർക്കിയുടെ ലോജിക്കിനകത്താണ്. മുകളിലേക്ക് പോകുന്തോറും ആഠ്യത്വവും താഴത്തേക്ക് വരുന്തോറും മ്ലേച്ഛത്വവും അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥ എന്ന നിലക്കാണ് കാസ്റ്റിനെ ഡോക്ടർ ബി ആർ അംബേദ്കർ മനസ്സിലാക്കുന്നത് തന്നെ. അങ്ങനെ ഈ ദേശീയ പ്രസ്ഥാനത്തിന് ഇല്ലാതിരുന്ന ഒരു മനസ്സിലാക്കൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച സങ്കല്പം, ജനാധിപത്യത്തെ സംബന്ധിച്ച സങ്കല്പമൊക്കെ വേറിട്ട് നിൽക്കുന്നത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ അനുബന്ധമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, ഡോക്ടർ ബി ആർ അംബേദ്കറെ നമ്മളൊരു രാഷ്ട്രീയ ചിന്തകനായിട്ട് മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രത്തെ സംബന്ധിച്ച് വാട്ട് ഈസ് സ്റ്റേറ്റ്, എന്താണ് സ്റ്റേറ്റ് എന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു നിർവചനം വയ്ക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ ചർച്ചകൾ കടന്നു വരാത്ത ഒരു കാര്യമാണ്. റീസെൻ്റായിട്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നിട്ടുള്ളത്. എന്തായിരിക്കണം രാഷ്ട്രം എന്നതിനെക്കുറിച്ചിട്ട് അംബേദ്കർ പറയുന്നൊരു കാര്യം ഇതാണ്: നമുക്ക് സുശക്തമായ ഒരു രാഷ്ട്രം വേണം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും എന്നാണ് അംബേദ്കർ ഒരു പ്രബലമായ ഒരു രാഷ്ട്രം വേണം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ അഭാവത്തിൽ സമൂഹത്തിലെ പ്രബലൻ സമൂഹത്തിലെ ദുർബലനെ അടിച്ചമർത്തും. ഇങ്ങനെയൊരു സങ്കല്പമാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വന്നു. സ്റ്റേറ്റ് എന്നത് കീഴ്ത്തട്ടിനെ അടിച്ചമർത്തുവാനുള്ളൊരു ഉപകരണം മാത്രമാണ് എന്നൊരു സങ്കല്പത്തെ അല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പിൻപറ്റാൻ ശ്രമിക്കുന്നത്. മറിച്ച് സ്റ്റേറ്റിനെ സമൂഹത്തിലെ തന്നെ നീതിയുടെ പക്ഷത്ത് ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന, ധാർമ്മികതയുടെ പക്ഷത്ത് ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലക്കാണ് സ്റ്റേറ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സ്റ്റേറ്റ് അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എന്തായിരിക്കണം, വാട്ട് ഷുഡ് ബി എ സ്റ്റേറ്റ് എന്ന ചോദ്യത്തിന് സമൂഹത്തിലെ ദുർബലനും സമൂഹത്തിലെ പ്രബലനും തമ്മിലുള്ള സംഘർഷ ഭൂമികയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നീതി ഉറപ്പാക്കുന്ന സ്ഥാപനമെന്ന നിലക്കാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തത്. നമുക്കറിയാം, ഈ ലെനിൻ ഭരണകൂടവും വിപ്ലവവും എന്നുള്ള പുസ്തകത്തിൽ വാട്ട് ഈസ് സ്റ്റേറ്റ് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അവിടെ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്താനുള്ള ബൂർഷ്വാസിയുടെ കയ്യിലുള്ള ഒരു ഉപകരണം എന്ന നിലക്കാണ് സ്റ്റേറ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ അംബേദ്കർ അങ്ങനല്ല. അതിൽ നിന്ന് വേറിട്ട ഒരു സങ്കല്പം വാട്ട് ഈസ് സ്റ്റേറ്റ് എന്ന ചോദ്യത്തിൽ ഉത്തരമായി ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇപ്പോൾ വ്യാപകമായി നടക്കുന്നൊരു കാര്യം, ഈ മാർക്സിനെയും അംബേദ്കറേയും കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേർക്കാനും അതിനെ വിളക്കി ചേർക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നൊരു കാലമാണ്. വിളക്കി ചേർത്താലും ഇല്ലെങ്കിലും അത്തരമൊരു കാര്യത്തിന് നമ്മൾ ഇടപെടുമ്പോൾ അതിനൊരു ജാഗ്രത നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ളതാണ് പ്രാഥമികമായൊരു കാര്യം. നമുക്ക് വെറുതെ ഇങ്ങനെ ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതിക്കെതിരെ പറഞ്ഞു, മാർക്സ് വർഗത്തിനെതിരെ പറഞ്ഞു, അത് രണ്ടിനും കൂടി ഒരുമിപ്പിച്ചാൽ ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ലളിത യുക്തിക്ക് വഴങ്ങുന്നതല്ല ഈ കാര്യം. അതിനപ്പുറം സ്വന്തം നിലക്ക് തന്നെ സ്റ്റേറ്റിനെ സംബന്ധിച്ചൊരു സങ്കല്പം ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ചു എന്നത് കൂടി നമ്മളിതിൻ്റെ അനുബന്ധമായി കാണേണ്ടതുണ്ട്. അപ്പം അങ്ങനെ സ്റ്റേറ്റിനെക്കുറിച്ച് വേറിട്ട അഭിപ്രായം പറഞ്ഞ ഈ അഭിപ്രായത്തിലൊരു കാര്യം, ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ നിർവചനത്തിൻ്റെ ഒരു സംഗതി, സ്റ്റേറ്റ് എന്നത് റിഫോമബിൾ ആണ് എന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അടിസ്ഥാനപരമായ രാഷ്ട്രീയ സങ്കല്പം. പരിഷ്കരണപരമാണ്, പരിഷ്കരിക്കാൻ പറ്റുന്നതാണ് സ്റ്റേറ്റ് എന്ന സങ്കല്പമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്കുള്ളത്.
നമുക്കതങ്ങനെ ഈ റിഫർമേഷൻ എന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ റിഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആരും പിന്തിരിപ്പനായൊരു സങ്കല്പമായിട്ടാണ് പലപ്പോഴും നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഡോക്ടർ B.R. അംബേദ്കറെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് തന്നെ റിഫർമേഷന് വിധേയമാണ്, റിഫർമേഷൻ ഈസ് പോസിബിൾ എന്നാണ്. സ്റ്റേറ്റിനെ പൂർണ്ണമായും തച്ചുടയ്ക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അല്ല ഡോക്ടർ B.R. അംബേദ്കർ പിൻപറ്റുന്നത്, മറിച്ച് സ്റ്റേറ്റിനെ റിഫോം ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ റിഫർമേഷൻ എന്ന് പറയുന്ന അംബേദ്കറിൻ്റെ ഈ സങ്കല്പം ഈ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളിലൂടെ അദ്ദേഹം എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിൽ ഒന്നാണ് സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം. അദ്ദേഹം വളരെ വ്യക്തമായും പറയുന്നത് എല്ലാ രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും മുൻപ് ഒരു സാംസ്കാരികമായ ഒരു പരിഷ്കരണം, സാമൂഹ്യമായൊരു പരിഷ്കരണം സംഭവിച്ചിരിക്കണം. സാമൂഹിക പരിഷ്കരണത്തെ പ്രധാനപ്പെട്ട അജണ്ടയായി എടുക്കാത്ത എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് അസംബന്ധമായിരിക്കുമെന്ന നിഗമനത്തിലാണ് ഡോക്ടർ B.R. അംബേദ്കർ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ പരിഷ്കരണം എന്നത് സമൂഹത്തിന് മാത്രം ബാധകമായ കാര്യമായിട്ടല്ല ഡോക്ടർ B.R. അംബേദ്കർ എടുക്കുന്നത്, മറിച്ച് നമ്മുടെ സ്റ്റേറ്റിന് തന്നെ, നമ്മുടെ ഈ പറയുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടം എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ പരിഷ്കരണ യോഗ്യമാണ്, പരിഷ്കരിക്കാൻ പറ്റുന്നതാണ്. അതിനെ ടോട്ടലി പൂർണ്ണമായും ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊന്നിനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന തിയറിയിൽ നിന്ന് ഭിന്നമായി സ്റ്റേറ്റിനെ പരിഷ്കരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു സങ്കല്പം ഡോക്ടർ B.R. അംബേദ്കർ എൻ്റെ ചിന്തകളിൽ വളരെ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളെ മുൻവെച്ചുകൊണ്ട് മാത്രമേ ഡോക്ടർ B.R. അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തെ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മുടെ പുതിയ കാലത്തേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുവാനും പറ്റും. ഈ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ച സങ്കല്പമാണ്. അത് ഡോക്ടർ B.R. അംബേദ്കർ ഏറ്റവും മൗലികതയുള്ളൊരു രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലക്ക് അദ്ദേഹം ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചൊരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നു. രണ്ടാമത് സ്റ്റേറ്റ് തന്നെ റിഫോർമബിൾ ആണ് എന്നൊരു സങ്കല്പം കൂടി അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ തുടക്കം 1919 സൗത്ത് ബോറോ കമ്മിറ്റിക്ക് അദ്ദേഹം കൊടുക്കുന്ന നിവേദനം മുതൽ 1956 അദ്ദേഹം നടത്തുന്ന റേഡിയോ പ്രഭാഷണം വരെ, മരിക്കുന്നതിന് മുമ്പ് നടത്തിയ റേഡിയോ പ്രഭാഷണം വരെയുള്ള മിക്കവാറും എല്ലാ രേഖകളിലും കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിഫോം എന്ന് പറയുന്നൊരു ഒരു സംഗതിയാണ്. ഡോക്ടർ B.R. അംബേദ്കർ സമരങ്ങളുടെ ഒരു സംഗതി എടുത്താൽ നമുക്കത് ഒന്നുകൂടി വിശദീകരിക്കാൻ പറ്റും. അദ്ദേഹം എപ്പോഴും ചെയ്തൊരു കാര്യം ഈ അവകാശ പോരാട്ടങ്ങളെ നിയമനിർമ്മാണത്തിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു എപ്പോഴും അംബേദ്കറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അപ്രോച്ചുകൾ വന്നു. നിയമപരമായി നിയമം മൂലം അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നൊരു അപ്രോച്ച്. അതുകൊണ്ട് അദ്ദേഹം നിരന്തരമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായും ഇന്ത്യൻ അധികാര കേന്ദ്രങ്ങളുമായും നിരന്തരമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ ഈ 19 മുതൽ 56 വരെ കാണാം. നിരന്തരമായി ഏറ്റവും അവസാനം 42 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ശക്തിപ്പെടുന്നൊരു ഘട്ടത്തിൽ ഈ എല്ലാ തരത്തിലുള്ള അക്സസും, രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അക്സസും നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ B.R. അംബേദ്കർ ലണ്ടനിൽ നേരിട്ട് പോവുകയും അവിടെ ലണ്ടനിൽ ചെന്നിട്ട് അവിടുത്തെ ലേബർ പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെടുകയും അങ്ങനെ വളരെ കൃത്യമായ ചില നീക്കങ്ങളിലൂടെയാണ് ഈ ബ്രിട്ടീഷ് എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിട്ട് ഡോക്ടർ B.R. അംബേദ്കർ മാറുന്നത്. ഇത് അവസരവാദപരമായൊരു കാര്യമല്ല. ഇന്ത്യക്കകത്ത് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു സാഹചര്യത്തിൽ ആ സ്പേസിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ടെന്നും അവിടെ നമ്മുടെ അവകാശങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ടെന്നും അത് ആർട്ടിക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യമാണ് ഡോക്ടർ B.R. അംബേദ്കറെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലൊരു പ്രക്ഷോഭത്തിൻ്റെ മാത്രം കാര്യമല്ല, നിയമനിർമ്മാണം എന്നത് ഡോക്ടർ B.R. അംബേദ്കറുടെ പ്രധാനപ്പെട്ടൊരു ജീവിതത്തിൽ നമുക്കുടനീളം കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മളതിനെ കാണാനുണ്ട്. ഡോക്ടർ B.R. അംബേദ്കറുടെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ തന്നെ പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് അവകാശങ്ങൾ നിയമപരമായി ഉറപ്പാക്കുക എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ഈ അരുന്ധതി റോയിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ ഒരു മനുഷ്യൻ ഡോക്ടർ B.R. അംബേദ്കർ വലിയ വിപ്ലവകാരിയാണ് ഒരേ സമയം, എന്നാൽ അദ്ദേഹം ഭരണഘടന എഴുതുന്ന ആളുമാണ്. ഇത് തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടെന്നാണ് അരുന്ധതി റോയ്ക്ക് മനസ്സിലാകുന്നൊരു കാര്യം.
നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നമ്മൾ ഈ നിലക്കാണ് മനസ്സിലാക്കുന്നത്. അതായത് അവകാശങ്ങൾ ചോദിക്കുക മാത്രമല്ല, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുക മാത്രമല്ല, അതിനെ നിയമവൽക്കരിക്കുക എന്നത് അടിസ്ഥാനപരമായ ഒരു ദർശനമായി കൊണ്ട് നടന്ന ആളെന്ന നിലക്ക് നിയമവാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തുക എന്നത് ഇതിൻ്റെ സ്വാഭാവികമായൊരു ക്രിയയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ ആഗ്രഹിച്ച കാര്യമാണ്, അദ്ദേഹത്തിന് അത് വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അക്കാലത്ത് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണ്. അതല്ലാതെ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് പറ്റുന്നൊരു അബദ്ധമോ അപജയമോ അല്ല ഈ ഭരണഘടനാ അസംബ്ലിയിലേക്കുള്ള പ്രവേശനമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ നിലക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേറ്റിനെയും സമൂഹത്തെയും എങ്ങനെ കാണുന്നു വേറിട്ട് കാണുന്ന ഈ കാഴ്ചയ്ക്കകത്താണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തെ സംബന്ധിച്ചൊരു ചർച്ച നമുക്ക് സാധ്യമാവും. അവിടെ നോക്കുമ്പോൾ നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശയപ്രപഞ്ചം തന്നെ രൂപം കൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യൻ ഓതേഴ്സിൽ നിന്നും കാര്യമായ കൊട്ടേഷൻസ് ഇല്ലാത്ത പുസ്തകങ്ങളാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മുഴുവൻ പുസ്തകങ്ങളും. ഇന്ത്യൻ പണ്ഡിതരിൽ നിന്ന് കാര്യമായ കൊട്ടേഷനില്ല. അതൊരു പക്ഷേ ഈ ഭഗവത്ഗീതയൊക്കെ വിമർശിക്കുമ്പം ആ നിലയ്ക്ക് ചില സംഗതികളൊക്കെ കൊട്ടേഷൻ ഉണ്ടാകും. പക്ഷേ അല്ലാത്ത എഴുത്തുകളിൽ ഒരിക്കൽ പോലും ഇന്ത്യൻ റൈറ്റേഴ്സ് അല്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൊട്ടേഷനായിട്ട് വരിക, മറിച്ച് വെസ്റ്റേൺ റൈറ്റേഴ്സാണ്. അതുകൊണ്ട് പലപ്പോഴും ഡോക്ടർ ബി ആർ അംബേദ്കർ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൂ. ഇദ്ദേഹം ഈ പറയുന്ന വെസ്റ്റേൺ തത്വചിന്തയുടെ, വെസ്റ്റേൺ ലിബറൽ ഡെമോക്രസിയുടെ ഒരു സ്വീകർത്താവും അതിൻ്റെ ഒരു പ്രചാരകനുമായിരുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മേൽ വർഷങ്ങളോളം നിലനിന്നിട്ടുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ യഥാർത്ഥത്തിൽ യൂറോപ്യൻ പ്രബുദ്ധതയിൽ നിന്ന് പല ആശയങ്ങളെയും കടം കൊണ്ട ആളാണ് എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം യൂറോപ്പിൽ പോയി ജീവിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിലെ ഒരു വ്യക്തിത്വത്തെ യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയിൽ യൂറോപ്യൻ ജീവിതാനുഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ കണ്ടെത്തിയിരുന്നു. അത് ഈ വില്ലേജിനെ സംബന്ധിച്ചിട്ട്, ഇന്ത്യൻ ഗ്രാമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും സങ്കല്പങ്ങളെ സംബന്ധിച്ച വിശദമായ പഠനം ജോഡ്ക എന്ന് പറയുന്ന ഒരു റിസർച്ച് സ്കോളർ, പഞ്ചാബിയാണ്, അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഗാന്ധി എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഇത്രമാത്രം ആദർശവൽക്കരിക്കുന്നത് എന്നൊരു ചോദ്യം അതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഗാന്ധി എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇന്ത്യ ജീവിക്കുന്നത്, യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് അതിൻ്റെ 7 ലക്ഷത്തോളം വരുന്ന ഗ്രാമങ്ങളിലാണ്. അദ്ദേഹത്തെ കാണാനായിട്ട് വിദേശ പത്രപ്രവർത്തകർ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നൊരു, നിങ്ങൾ എന്നെ വന്ന് കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോവുക, ആ ഗ്രാമങ്ങളിലാണ് യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഗ്രാമങ്ങളെ ആദർശവൽക്കരിക്കുന്ന ഗാന്ധിയുടെ ചിന്തകളിൽ ഗ്രാമം ആദർശവൽകൃതമായൊരു സ്ഥലമാണ്. അവിടെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം ഭംഗിയായി നടക്കുന്നൊരു സ്ഥലമായിട്ടാണ്, ശാന്തമായും ഭംഗിയായും സ്വച്ഛന്തമായും നിലനിൽക്കുന്ന ഗ്രാമസമൂഹങ്ങളെക്കുറിച്ചിട്ടാണ് ഗാന്ധി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് കടന്ന് ആലോചിക്കുമ്പോൾ ഗാന്ധി ഗ്രാമങ്ങളെക്കുറിച്ചെന്നല്ല, ഗാന്ധിയുടെ മുഴുവൻ ചിന്തകളും നമ്മൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇന്ത്യയിൽ എന്താണോ നിലനിന്നിരുന്നത് അതിനെ ആദർശവൽക്കരിക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഗാന്ധി ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഈ റീഇൻകാർണേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. കർമ്മബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ കർമ്മബന്ധങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ എഴുതിയൊരു കാര്യം ഇതാണ്, ഈ ഇന്ത്യയിൽ ജാതി എന്നത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ഇൻവെൻഷൻ എന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തം അല്ല, പ്രകൃതിയുടെ സ്വാഭാവികമായ നീതിയാണ് ജാതി വ്യവസ്ഥയിലൂടെ പുലരുന്നതെന്നാണ് ഗാന്ധിയുടെ കണ്ടുപിടുത്തം. അപ്പം അങ്ങനെയുള്ള ഇന്ത്യൻ സമൂഹത്തിനകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ആ സിറ്റീസ് എന്ന നിലക്ക് ആദർശവൽക്കരിക്കുന്നൊരു കാര്യമാണ് ഗാന്ധി യഥാർത്ഥത്തിൽ നിറവേറ്റി. ആ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന കർമ്മ സിദ്ധാന്തത്തിലൂടെ രൂപപ്പെടുന്ന ഒരു സാമൂഹികമായ സ്ഥിതി, അപ്പോൾ അത് യഥാർത്ഥം ഭയങ്കര ഹാസ്യമായിട്ട് തോന്നുന്നൊരു കാര്യം. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇപ്പം ഈ അയിത്തജാതിക്കാരൊക്കെ ആയിട്ട് ജനിച്ചവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ളവർ
കഴിഞ്ഞ ജന്മത്തിൽ അവർ വേറൊരു സംഭവം ചെയ്തവരാണ്. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഈ തൽസ്ഥിതി തുടരുകയും അവിടെ വളരെ മര്യാദ പുരുഷന്മാരായി നമ്മൾ ജീവിക്കുകയും ചെയ്താൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണരായി മാറാനൊരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഗാന്ധി പറയുന്നൊരു കാര്യം. ഇത് പൗരാണിക ഇന്ത്യയുടെ ഒരു വിശ്വാസമാണ്. അതിനെ അതേപടി പിന്തുടരുകയാണ് ഗാന്ധി ചെയ്യുന്നത്. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ എത്തിച്ചേരേണ്ട ആത്യന്തികമായ മനുഷ്യാവസ്ഥ ആദർശമെന്ന് പറയുന്നത് ബ്രാഹ്മൺഹുഡാണ് എന്നുള്ള കാര്യത്തിൽ ഗാന്ധിക്ക് ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നതിൽ ഗാന്ധിക്ക് ഒരു തർക്കം ഉണ്ടായിരുന്നു. ഈ രണ്ടാമതായി അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഗാന്ധി തന്നെ പറയുന്നത്, നമ്മളത് ഇപ്പോൾ വായിക്കാൻ നമുക്ക് ഭയങ്കര രസകരമായി ഹാസ്യമായി തോന്നുന്നൊരു കാര്യം. അദ്ദേഹം പറയുന്നത് ഈ എല്ലാ ദിവസവും വൈകുന്നേരം കുറേ മനുഷ്യരെ പിടിച്ച് ബ്രാഹ്മണരാക്കാനും കുറേ മനുഷ്യരെ പിടിച്ച് ദളിതരാക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പം 1000 പേര് ബ്രാഹ്മണരാവുകയും 500 ബ്രാഹ്മണർ ദളിതരാകുകയും ചെയ്യുന്ന ആ കാര്യം നടക്കില്ല. അങ്ങനെ ചെയ്താൽ സമൂഹത്തിൽ ഭയങ്കരമായ കയോസ് ആയിരിക്കും രൂപം കൊള്ളുക. അതുകൊണ്ടാണ് ഈ ജന്മം എന്ന കണക്കെടുത്തിരിക്കുന്നത് പറഞ്ഞത്. നമുക്ക് മാസാമാസം ആൾക്കാർക്ക് ഗ്രേഡ് കൂട്ടിക്കൊടുക്കാനും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് സമൂഹത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ക്രമം നിലനിർത്താൻ വേണ്ടിയാണ് അടുത്ത ജന്മം എന്ന സങ്കല്പം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന വിധമുള്ള തികച്ചും ഇല്ലോജിക്കലായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് തൽസ്ഥിതിയെ ആദർശവൽക്കരിക്കുന്ന വലിയൊരു ജോലിയാണ് അദ്ദേഹം. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, നിലനിൽക്കുന്നതിനെ ആദർശവൽക്കരിക്കുക എന്നതാണ് ഹിന്ദുയിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ്. നിലനിൽക്കുന്നതിനെ ആദർശമായി പ്രഖ്യാപിക്കുക, അതിനെ ആദർശമായി പ്രഖ്യാപിക്കുക, അതാണ് ചാതുർവർണ്ണ്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് ഡോക്ടർ BR അംബേദ്കർ കണ്ടെത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിലവിലില്ലാത്തൊരു കാര്യത്തെയാണ് നമ്മൾ ആദർശമായി പ്രഖ്യാപിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കണമെന്നാണ് പറയേണ്ടത്. അതല്ലാതെ ഇപ്പം നമ്മുടെ കൺമുന്നിലുള്ള ഒരു കാര്യം തന്നെ ഒരു ആദർശമായി നമ്മുടെ മുന്നിൽ വന്നാൽ യഥാർത്ഥം നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അങ്ങനെ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ കാസ്റ്റിനെയും ഈ ഗാന്ധി പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന വാക്കായിരുന്ന ഗാന്ധി പറഞ്ഞ ഈ സിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ജാതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികളോ അക്രമങ്ങളെയോ നമുക്കൊരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ നേരെ തിരിച്ച് ആലോചിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗാന്ധിയിൽ നിന്ന് ഭിന്നമായ, ദേശീയ പ്രസ്ഥാനത്തിന് ഭിന്നമായ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഭിന്നമായ ഒരു ജനാധിപത്യ സങ്കല്പത്തെ സൃഷ്ടിക്കുവാൻ. അതിലേറ്റവും പ്രധാനം യൂറോപ്യൻ പ്രബുദ്ധതയെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. യൂറോപ്യൻ പ്രബുദ്ധതയ്ക്കകത്ത് രൂപപ്പെട്ടു വന്ന ജനാധിപത്യത്തെ സങ്കല്പം, അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്വതന്ത്ര പൗരൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. സ്വതന്ത്ര പൗരൻ, അവിടെ ഈ യൂറോപ്പിൽ സ്വതന്ത്ര പൗരത്വം തന്നെ നൂറ്റാണ്ടുകളുടെ ചില സംഘർഷങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതുകൂടി നമ്മൾ കാണണം. അത്തരമൊരു പ്രോസസ്സിലൂടെയൊന്നും ഇന്ത്യൻ സമൂഹം കടന്നു പോയിട്ടൊന്നുമില്ല. യൂറോപ്പിലെ ഈ പുതിയ ജ്ഞാനോദയത്തിൻ്റെ ഘട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും, അത് ശാസ്ത്രത്തിൻ്റെ മണ്ഡലമാവട്ടെ, സയൻസിൻ്റെ മണ്ഡലമാവട്ടെ, ലിറ്ററേച്ചറിൻ്റെ മണ്ഡലമാവട്ടെ, പൊളിറ്റിക്സിൻ്റെ മണ്ഡലമാവട്ടെ, സാമ്പത്തിക മേഖലയാവട്ടെ, ഇതിലെല്ലാം വലിയ കുതിച്ചുചാട്ടങ്ങൾ, വലിയ മാറ്റങ്ങൾ, ഗുണപരമായ വലിയ മാറ്റങ്ങൾക്ക് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. തത്വചിന്തയിലാവട്ടെ, ഇതിലെല്ലാം. തത്വചിന്തയിൽ അതിനു മുമ്പ് ഈ പറയുന്ന ദൈവത്തെ കേന്ദ്രീകരിച്ചും സ്വർഗത്തെ കേന്ദ്രീകരിച്ചുമൊക്കെ ഉണ്ടായിരുന്ന യൂറോപ്യൻ തത്വചിന്ത ജ്ഞാനോദയ ഘട്ടമാകുമ്പോൾ അത് മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന തത്വചിന്തയായി മാറുന്നുണ്ട്. മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന തത്വചിന്തയായി പരിവർത്തനപ്പെടുന്നുണ്ട്. സയൻസിൻ്റെ വളരെ വലിയ കണ്ടുപിടുത്തമാണ് നടക്കുന്നത്. സ്റ്റീം എഞ്ചിൻ അടക്കമുള്ളത് കണ്ടുപിടിക്കുന്നു. ലോകത്തെ സംബന്ധിച്ച പുതിയ അനേകം ഇൻവെൻഷൻസ് നടക്കുന്നു. പിന്നെ വളരെ വലിയ നാവിഗേഷൻസ് നടക്കുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന മനുഷ്യനുണ്ടാവുകയും ലോകമെന്ന അത് ഒരു പുതിയൊരു അറിവായി തന്നെ രൂപാന്തരപ്പെടുന്ന ജിയോഗ്രഫി എന്ന് പറയുന്ന പുതിയൊരു സംഭവം നമുക്കുണ്ടാവുന്നു. ഇങ്ങനെ പല രൂപത്തിലുള്ള മാറ്റങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ. മാർക്കറ്റ് എന്ന് പറയുന്ന അന്ന് ഒരു അജ്ഞാതമായ കാര്യമായിരുന്നു. ക്യാപിറ്റൽ എന്നത് അജ്ഞാതമായ കാര്യമായിരുന്നു.
ഈ ക്യാപിറ്റലും മാർക്കറ്റും ശാസ്ത്രത്തിൻ്റെ കുതിച്ചുചാട്ടവും ജിയോഗ്രഫിക്കലായിട്ട് ലോകത്തെ അറിഞ്ഞ പുതിയ ഒരു സംഭവവും അതിൽ നിന്നുണ്ടായ സാഹിത്യ തത്വചിന്താ ഭാവനകളുമൊക്കെ അടങ്ങിയതാണ് ഈ സഞ്ചരിക്കുന്ന സ്വതന്ത്രനായ പൗരൻ എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. ആ സ്വതന്ത്ര പൗരനെ കേന്ദ്രീകരിച്ചതാണ് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അവിടെ പൗരത്വം മാത്രമേ ഉള്ളൂ. അവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പരിഗണനീയമായ കാര്യമേ അല്ല. വ്യക്തി എന്നതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ ഓൺ ലിബറലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ ജെ.എസ്. മില്ല് ഈ വ്യക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാം ചെയ്തു തരുന്ന, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു നല്ലവനായ ഒരു സ്വേച്ഛാധിപതി ഉണ്ടായിട്ടും കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ തൃഷ്ണകളിലൊന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണ്. അപ്പോൾ ആ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കെല്ലാം ഇങ്ങനെ തന്നാൽ പോരാ, നമുക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമാണ്. എന്തും തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമാണ്. അതാണ് ആധുനിക മനുഷ്യനെ സംബന്ധിച്ച്, അവൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചിട്ട്, അവൻ്റെ സർഗാത്മക ജീവിതത്തെ സംബന്ധിച്ച് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയുടെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന ജെ.എസ്. മിൽ പറയുന്നൊരു കാര്യം. ഇങ്ങനെ വ്യക്തി എന്ന് പറയുന്ന ആ കാറ്റഗറിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥ എന്ന നിലക്കാണ് ലിബറൽ ഡെമോക്രസി യൂറോപ്പിൽ ഉദയം ചെയ്യുന്നത്. തീർച്ചയായും അതിൽ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയെ അദ്ദേഹം മനസ്സിലാക്കിയത് കേവലമായ വ്യക്തികളുടെ ഒരു കൂട്ടം എന്ന നിലക്കല്ല, മറിച്ച് സ്വതന്ത്ര പൗരത്വം എന്നത് അംബേദ്കർ ഒരിക്കലും നിഷേധിക്കുന്നുമില്ല. അപ്പോൾ തന്നെ അദ്ദേഹം ഈ വിഭാഗങ്ങളെന്ന് പറയുന്ന സോഷ്യൽ സെക്ട് എന്ന് പറയുന്ന സാമൂഹിക വിഭാഗങ്ങൾ എന്ന് പറയുന്നതിനെ വ്യക്തികളെപ്പോലെ തന്നെ, പൗരത്വം പോലെ തന്നെ അംഗീകരിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട സാമൂഹിക എൻറ്റിറ്റിയായി, സ്വത്വമായി വിഭാഗത്തെ കൂടി മനസ്സിലാക്കണം എന്നതാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നു. വെറുതെ വ്യക്തികൾ എന്ന് പറഞ്ഞ് കാര്യങ്ങളെ ലഘൂകരിച്ചാൽ പോരാ. നമ്മളങ്ങനെ സ്വതന്ത്ര പൗരന്മാരുടെ സമൂഹമായി മാറിയിട്ടില്ല. മറിച്ച് നമുക്ക് തീർച്ചയായും ഒരു ആദർശമെന്ന നിലയിൽ സ്വതന്ത്ര പൗരനെ സംബന്ധിച്ച സങ്കല്പം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്നത് വ്യത്യസ്തമായ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഒരു സംഘാതമാണെന്നും, അതുകൊണ്ട് ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന ഒരു ഘടനയ്ക്കകത്ത് മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കൂ എന്നതാണ് അദ്ദേഹം വാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുടെ രാഷ്ട്രീയമായ പ്രാതിനിധ്യം എങ്ങനെ ഉറപ്പുവരുത്താം എന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരു ആശയമായി നിലകൊള്ളുന്നു. ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ സമകാലീന സമൂഹത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരാശയം. അതായത് വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ആധുനിക ദേശരാഷ്ട്രത്തിൽ എങ്ങനെ ഉറപ്പുവരുത്താം എന്നതിനെ സംബന്ധിച്ച അടിസ്ഥാനപരമായൊരു സങ്കല്പം ഡോക്ടർ ബി.ആർ. അംബേദ്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളെ എങ്ങനെ പരിഗണിക്കണമെന്ന ചോദ്യത്തിൽ ഈ ലിബറൽ ഡെമോക്രസിയുടെ വക്താക്കൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഈ ഗ്രൂപ്പ് റൈറ്റ് എന്ന് പറയുന്ന കാര്യം ഈ വ്യക്തികളുടെ അവകാശത്തെ ഹനിക്കുന്നതാണെന്നുള്ള വാദമാണ്. നമ്മുടെ യുക്തിവാദികളോടൊക്കെ സംസാരിക്കാൻ മതി പിടിയിടും, അവരിപ്പോഴും അതാ പറയുന്നത്. വ്യക്തികളാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പരിപാവനമായ ഒരു യൂണിറ്റ്. ബാക്കി സാമൂഹ്യ വിഭാഗങ്ങൾ, SC, ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് മൈനോറിറ്റി അല്ലെങ്കിൽ വിമൻ, ട്രൈബ്സ്, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത്തരം വിഭാഗങ്ങളെ അംഗീകരിക്കുന്നത് വ്യക്തികളുടെ അവകാശത്തെ റദ്ദ് ചെയ്യുന്നൊരു കാര്യമാണെന്നൊരു വിമർശനം അന്ന് തന്നെ നിലവിലുള്ളതാണ്. എന്നാൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ വളരെ കർശനമായി പറയുന്നൊരു കാര്യം, അതിനൊരു സോഷ്യോളജിയാണ്. വെറുതെ അംബേദ്കർ സാമൂഹ്യ വിഭാഗങ്ങൾ കൂടി എന്തെങ്കിലും പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറയല്ലേ. ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച വളരെ വേറിട്ട ഒരു കാഴ്ചയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം, രാഷ്ട്രത്തിനൊരു പക്ഷേ, നേഷൻ സ്റ്റേറ്റിന് ഒരു പക്ഷേ
ഇന്ത്യ ജീവിക്കുന്നത് ഒരു കാലത്തിലും ഒരു ദേശത്തിലുമാണെന്ന് പറയാം. ഇന്ത്യൻ രാഷ്ട്രത്തിന് വേണമെങ്കിൽ അവകാശപ്പെടാം ഇന്ത്യ ജീവിക്കുന്നത് ഒരു കാലത്തിലും ഒരു ദേശത്തിലുമാണ് എന്ന്. എന്നാൽ സാമൂഹ്യശാസ്ത്രപരമായി നമുക്കത് അവകാശപ്പെടാൻ പറ്റില്ല. ഇന്ത്യയിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ വ്യത്യസ്ത കാലദേശങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ അസർട്ടീവായി തന്നെ പറയുന്നു. അതായത് ഇന്ത്യയുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരും ഒരുപക്ഷെ സൈബർ സിറ്റി എന്നൊക്കെ പറയാവുന്ന കൊച്ചി പോലെയുള്ള നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരും തുല്യരാണ് എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു. അവർ തുല്യരല്ല എന്ന് തന്നെ അംഗീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ എങ്ങനെ തുല്യത സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്നതാണ് അംബേദ്കർ പറയുന്നൊരു കാര്യം. ഈ വ്യത്യസ്തതകളെ വെറുതെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതല്ല. അത് സമൂഹത്തെ നമ്മളൊരു ശരീരമായി, ഒരു ഹ്യൂമൻ ബോഡിയായി കണ്ടാൽ സാമൂഹ്യ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ അക്കമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊരു പക്ഷേ സമൂഹത്തിൻ്റെ ഏറ്റവും മുകളിലാവാം, വേറൊരു വിഭാഗം സൈഡിലാവാം, മാർജിനിലാവാം, ചില വിഭാഗം സെൻട്രൽ സ്റ്റേജിലാവാം, ചിലത് ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെയാവാം. ഇവരെ എല്ലാവരെയും ഒരു ഒറ്റയടിക്ക് ഒരേ സമയകാലത്ത് മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അവർക്ക് വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ മാത്രമേ ജനാധിപത്യത്തിൻ്റെ തത്വം നമുക്ക് ഇന്ത്യയിൽ പ്രയോഗിക്കാൻ കഴിയൂ എന്നതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡെമോക്രസി എന്ന് പറയുന്ന സങ്കല്പത്തിന് യൂറോപ്യൻ ലിബറൽ ഡെമോക്രസിയിൽ നിന്ന് ഭിന്നമായി നൽകിയ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ്. ഈ വ്യത്യസ്തതകളെ അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ തെളിച്ചത്തോടെ മനസ്സിലാക്കാം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നൊരു വാക്യമാണത്. ഐ ആം നോട്ട് ദ പാർട്ട് ബട്ട് എ പാർട്ട് എന്നാണ്. ഞാൻ ഇതിൻ്റെ വെറും ഭാഗമല്ല, ഞാൻ വേറിട്ട ഭാഗമാണ് അവർ. ഇങ്ങനെ സാമൂഹിക ശരീരത്തിലേക്ക് ലയിച്ചു ചേരാനാവാതെ വേറിട്ട് നിൽക്കുന്ന അനേകായിരം സാമൂഹിക ഘടകങ്ങൾ ഇന്ത്യക്കകത്തുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മനസ്സിലാക്കുന്നൊരു കാര്യം. ഇന്നും നമ്മൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്ന് സമൂഹത്തിൻ്റെ കോമൺ എന്ന് പറയുന്ന, പൊതു എന്ന് പറയുന്ന മാനദണ്ഡങ്ങളിലേക്കും പൊതു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കും പൊതു എന്ന് പറയുന്ന ഭാവനകളിലേക്കും ലയിച്ചു ചേരാൻ കഴിയാത്ത വേറിട്ട സാമൂഹിക ഘടകങ്ങളുടെ വലിയൊരു പ്രസൻസാണ് ഇന്ത്യ നേരിടുന്ന അടിസ്ഥാനപരമായൊരു പ്രശ്നമെന്ന് പറഞ്ഞു. ആ പ്രശ്നത്തിന് ഉത്തരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ റൈറ്റിനെ അസേർട്ട് ചെയ്യുന്ന ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു ഘടനാവിശേഷത്തെ സംബന്ധിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സങ്കല്പത്തെ തന്നെയാണ് നമുക്ക് പിന്തുടരാനുള്ളത്. രണ്ടാമതൊരു കാര്യം, ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ അദ്ദേഹം 1956 അദ്ദേഹം മരിക്കുന്നതിനൊരു 2 മാസം മുമ്പ് ഈ അമേരിക്കൻ റേഡിയോയിൽ നടത്തുന്ന ഒരു പ്രഭാഷണം, ആ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അതോ ജനാധിപത്യമില്ലേ? എന്നിട്ട് അദ്ദേഹം അടുത്ത വാചകത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഒരു പാർലമെൻ്റ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടെന്നാണ് എല്ലാവരും കരുതുന്നത്. ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യമുണ്ടെന്നാണ് കരുതുന്നത്. അങ്ങനെയാണോ നമ്മൾ ജനാധിപത്യത്തെ നോക്കിക്കാണേണ്ടത്? അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതോ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പാർലമെൻറ്റ് ഉണ്ട് എന്നതോ ജനാധിപത്യം ഉണ്ട് എന്നതിൻ്റെ തെളിവായി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മറിച്ച് ജനാധിപത്യം ഏതെങ്കിലും പാർലമെൻ്ററി വ്യവസ്ഥയോടോ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയോടോ ബന്ധിപ്പിച്ചല്ല നമ്മൾ കാണേണ്ടത്. ജനാധിപത്യം എന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്, അതൊരു ജീവിതക്രമമാണെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ജീവിതക്രമമാണെന്നുള്ള ഈ സങ്കല്പത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നു. ജനാധിപത്യം ഒരു ജീവിതക്രമമാണെന്നും 2 മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൻ്റെ തത്വമാണ് ജനാധിപത്യമെന്ന് അംബേദ്കർ പറഞ്ഞു.
അപ്പം നമ്മുടെ സമൂഹം ജനാധിപത്യപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ലിറ്റ്മസ് എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ എത്രമാത്രം ജനാധിപത്യമുണ്ട് എന്നതാണ്. അല്ല ഇവിടെ നിയമസഭയുണ്ടോ 141 MLA മാരുണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ ലിറ്റ്മസ് പേപ്പർ. അത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള, രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ആ തത്വം പാലിക്കപ്പെടുന്നുണ്ടോ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന തത്വം പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് അതിൻ്റെ ലിറ്റ്മസായി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് ഈ സാമൂഹിക ജനാധിപത്യത്തെ സംബന്ധിച്ച സങ്കല്പം ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു വേ ഓഫ് ലൈഫാണെന്ന് കണ്ടെത്തുകയും അവിടെ നിന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തത്വമായി അതിനെ മനസ്സിലാക്കുകയും അതിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് എത്തുക. സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്നൊരു കാര്യമല്ല. അദ്ദേഹം പറയുന്ന കാര്യം സോഷ്യൽ ഡെമോക്രസി ഉള്ള ഒരു സമൂഹത്തിൽ മാത്രമേ വിജയകരമായി ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസിക്ക് നിലനിൽപ്പുള്ളൂ എന്നാണ്. രാഷ്ട്രീയ ജനാധിപത്യം വിജയകരമായി ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ മുന്നുപാധി ആ സമൂഹത്തിൽ സോഷ്യൽ ഡെമോക്രസി ഉണ്ടായിരിക്കുക എന്നതാണ്. ഈ സോഷ്യൽ ഡെമോക്രസിയുടെ വലിയ നിർമ്മാണ മൂശയാണ് നമ്മൾ ഈ നവോത്ഥാനം എന്നൊക്കെ പൊതുവിൽ വിളിക്കുന്ന ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം എന്നത് ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രസിയെ നിർമ്മിച്ചെടുക്കുവാനായിട്ടുള്ള മഹാപരിശ്രമങ്ങളാണ് ഈ നമ്മൾ ഒറ്റ വാക്കിൽ നവോത്ഥാനം എന്ന പേരിട്ട് വിളിക്കുന്ന പ്രക്രിയകളിലൂടെ അതായത് സമൂഹത്തിനകത്തെ അന്തർജാതി ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തുടങ്ങി അതിനെ കൂടുതൽ ജനായത്തപരമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടിയാണ് ഈ നവോത്ഥാനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഗതികൾ. അങ്ങനെ സമൂഹത്തിനകത്ത് സാമൂഹിക ജനാധിപത്യം സാധ്യമാക്കേണ്ടത് രാഷ്ട്രീയ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വളരെ അത്യാവശ്യമായൊരു ഘടകമായി അംബേദ്കർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സാമൂഹിക പരിഷ്കരണം എന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമായിരിക്കേണ്ടതുണ്ട് എന്ന് അംബേദ്കർ തുടക്കം മുതൽ വാദിക്കുന്നു. സാമൂഹിക പരിഷ്കരണത്തെ ഉപേക്ഷിച്ചു എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഡോക്ടർ BR അംബേദ്കർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാർജുകളിലൊന്ന്. അവർ സാമൂഹ്യ പരിഷ്കരണം എന്ന മഹത്തായ ദൗത്യത്തെ അവർ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവർ ഏകപക്ഷീയമായി രാഷ്ട്രീയ ജനാധിപത്യത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നു. അത് ഇന്ത്യക്ക് ഒരിക്കലും ഇന്ത്യൻ സമൂഹത്തെ രക്ഷിക്കുന്ന, അതിനെ വിമോചിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. ഈ സാമൂഹിക ജനാധിപത്യത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ ജനാധിപത്യത്തെ സംബന്ധിച്ചും വ്യത്യസ്തമായ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിട്ടുമുള്ള അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു ജനാധിപത്യ ഘടനയെ സംബന്ധിച്ചുള്ള ഡോക്ടർ BR അംബേദ്കറുടെ സങ്കല്പങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമകാലീന ഇന്ത്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം, ഇത് നമ്മൾ ഇത്തരം അംബേദ്കറുടെ സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ചിട്ട് കൂടി നമ്മൾ അതിലേക്ക് ഈ ആശയങ്ങൾ എങ്ങനെയാണ് കടന്ന് വരുന്നത് എന്നൊരു കാര്യം, അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് ഇന്ത്യയിൽ നമ്മൾ പൊതുവിൽ കാണുന്ന ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ചില അഗ്രസീവായിട്ടുള്ള നീക്കങ്ങൾ നമ്മൾ കാണുന്നു. ഈ അഗ്രസീവായ നീക്കങ്ങളെ മാത്രം കാണുകയും അതിനെതിരെ ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന വലിയൊരു ശൃംഖല നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ ഹിന്ദുത്വ ഫാസിസം എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണെന്നും യഥാർത്ഥ പ്രശ്നം എന്നത് പൊളിറ്റിക്കൽ എക്കോണമിയുടെ പ്രശ്നമാണെന്നും അത് മൂലധന അതിക്രമത്തിൻ്റെ പ്രശ്നമാണെന്നും അതുകൊണ്ട് നമ്മൾ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയല്ല, മറിച്ച് ഈ പൊളിറ്റിക്കൽ എക്കോണമിയിലെ അതിക്രമങ്ങൾക്കെതിരെ, മൂലധന അതിക്രമങ്ങൾക്കെതിരെയാണ് നിലകൊള്ളേണ്ടത് എന്ന് ചിന്തിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദുത്വ ഫാസിസവും ഈ പശുവിന് വേണ്ടിയുള്ള ആക്രമണങ്ങളൊന്നും യഥാർത്ഥമല്ല. യഥാർത്ഥ കാര്യത്തിൽ നിന്നും ആ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്യുന്ന എന്തൊരു കാര്യമാണ് ഈ പശു കൊലപാതകം എന്നൊക്കെയാണ് അവരുടെ സിദ്ധാന്തം. അതുകൊണ്ട് പശു കൊലപാതകങ്ങൾക്കെതിരെയല്ല നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ പെട്രോളിന് വില വർധനയ്ക്കെതിരെയാണ് നിൽക്കേണ്ടതെന്നാണ് അവർ പറയാറുള്ളത്. ഇങ്ങനെ സോഷ്യൽ ജസ്റ്റിസിനെ സംബന്ധിച്ച പ്രബലമായ രണ്ട് ധാരകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ എക്കോണമിയുടെ പ്രശ്നത്തെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ പ്രശ്നത്തെയും ഒരുമിച്ച് കാണുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ദർശനം, ഒരു പൊളിറ്റിക്കൽ വിഷനാണ് നമ്മൾ യഥാർത്ഥ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തെ വിട്ടുകളഞ്ഞിട്ട് നമുക്ക് വേറൊരു ഭാഗം മാത്രമായി ഇത് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസം ഇന്ന് വളരെ അഗ്രസീവായി നമ്മളോട് ഇടപെടുമ്പോൾ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യം. അഗ്രസീവായിട്ട് ഈ ഹിന്ദുത്വ ഫാസിസം അക്രമം അഴിച്ചുവിടുമ്പോൾ തന്നെ ഈ ഇന്ത്യൻ സാമ്പത്തിക മേഖല എന്ന് പറഞ്ഞാൽ പരിപൂർണമായും കൈപ്പിടിയിൽ ഒതുക്കുവാനോ ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസിനെ പരിപൂർണമായും കൊള്ളയടിക്കാനോ പറ്റുന്ന നിയമബാഹ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥലമായി ഇന്ത്യൻ ഗവൺമെൻറ്, സർക്കാർ, സ്റ്റേറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പലപ്പോഴും ഈ പറയുന്ന രണ്ടാമത്തെ കാര്യത്തെ ആരും കാണാറില്ല. ഈ പറയുന്ന സ്റ്റേറ്റ് ചെയ്യുന്ന പ്രവർത്തികളിലെ ഈ പറയുന്ന നമ്മളുടെ ദേശീയ സമ്പത്തും കൊള്ളയടിക്കുന്ന, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കൊള്ളയടിക്കുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങളെ ഒന്നും നമ്മൾ കാണാതിരിക്കുകയും നമ്മൾ ഈ സാംസ്കാരികമായ അധിനിവേശത്തിനെതിരെ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇന്ത്യയിലൊരു പുതിയൊരു പൊളിറ്റിക്സ് ഉണ്ടായി വരില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളിതിനകത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, ഈ പറഞ്ഞ ഹിന്ദുത്വ ഫാസിസത്തിനെതിരായിട്ടുള്ള കേവലമായ ഒരു പ്രതികരണം എന്നതിനപ്പുറം ഈ ഹിന്ദുത്വ ഫാസിസം എന്ന് നമ്മളിന്ന് കാണുന്ന ഈ പുതിയൊരു സാമൂഹിക പ്രവണത യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശരാഷ്ട്രത്തെ തന്നെ ദുർബലമാക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന, പ്രത്യേകിച്ച് അതിൻ്റെ മേലുള്ള ജനങ്ങളുടെ അവകാശത്തെ പരിപൂർണമായും റദ്ദു ചെയ്യുന്ന. ഉദാഹരണത്തിന് ഇപ്പം മോഡിയൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിസഭയൊന്നും കൂടാറില്ലെന്നാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് മന്ത്രിസഭയൊന്നും കൂടാറില്ല. മന്ത്രി ഇതിന് വെളിയിലാണ് തീരുമാനം മുഴുവൻ, പാർലമെൻറ്റിന് വെളിയിലാണ് നിർണായകമായ മുഴുവൻ തീരുമാനങ്ങളും ഈ മോഡി ഭരണത്തിന് കീഴിൽ നടന്നു വരും. അതൊരു ചെറിയ കാര്യമല്ലത്. അങ്ങനെ നമ്മളുടെ പാർലമെൻറ്റിനെ അടക്കം നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർലമെൻറ്റിന് വെളിയിൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നമ്മളുടെ ദേശരാഷ്ട്രത്തിന് സമ്പത്ത് കൊള്ളയടിക്കുവാൻ, വൻകിട മൂലധന ശക്തികൾക്ക് കൊള്ളയടിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളും നടത്തി വരുന്നൊരു ഘട്ടം കൂടിയാണിത് നമ്മൾ കാണും. ആ ഒരു യാഥാർത്ഥ്യത്തെ കാണാതെ നമ്മൾ കേവലമായ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസിനെ സംബന്ധിച്ച 2 ധാരകൾ അത് ലോകത്തെമ്പാടും പ്രബലമാണ്. അതിലൊരു ധാര ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ എക്കോണമി അവർ പരിഗണിക്കത്തേയില്ല. അവർ പരിഗണിക്കുന്നൊരു കാര്യം, ഉദാഹരണത്തിന് അവർ പറയുന്നതിലൊരു യാഥാർത്ഥ്യമുണ്ട് താൻ. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസത്തിനോ സമ്പത്തിനോ ഒന്നും അവിടെ ഒരു കാര്യമില്ല. ഹി ഓർ ഷീ ഈസ് എ ട്രാൻസ്ജെൻഡർ ഇറ്റ്സെൽഫ് ഈസ് ഇനഫ് ടു അറ്റാക്ക്. അതതിൻ്റെ കാര്യം. അതായിരിക്കുന്നു എന്നത് തന്നെ ആക്രമിക്കപ്പെടാനുള്ളൊരു യോഗ്യതയായിട്ടാണ് വരിക. അപ്പോൾ അവിടെ സമ്പത്തും വിദ്യാഭ്യാസവും അധികാരവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അവർ സ്വാഭാവികമായും പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ പൊസിഷനിൽ വരുന്ന മാറ്റമാണ് സമൂഹത്തെ മാറ്റുക. അപ്പോൾ ഞങ്ങളുടെ സോഷ്യൽ പൊസിഷൻ, സമൂഹം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഇടങ്ങളെ തകർക്കുകയും പുതിയ സാമൂഹ്യ ഇടങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സമൂഹത്തിൽ നീതി ഉണ്ടാവുന്നത് എന്നതാണ് ഈ ദളിത് മൂവ്മെൻറ്റിൻ്റെയൊക്കെ ആർഗ്യുമെൻറ്റുകൾ ഒരു പരിധി വരെ ആ നിലയ്ക്കാണ് പലപ്പോഴും പറയും. എന്നാൽ വേറൊരു വിഭാഗം പറഞ്ഞു ഇതൊക്കെ മിഥ്യയാണെന്നാണ്. ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മേലുള്ള ആക്രമണമായാലും ആദിവാസിക്ക് മേലുള്ള ആക്രമണം ഇതെല്ലാം മിഥ്യയാണ്. യഥാർത്ഥ കാര്യം കിടക്കുന്നത് പൊളിറ്റിക്കൽ എക്കോണമിക്കകത്താണ്. നമ്മുടെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രജ്ഞാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാവൂ എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ആദിവാസി കേരളീയ സമൂഹത്തിൽ നേരിടുന്ന അതിക്രമങ്ങളെ ഒരു സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നമായി ചുരുക്കിയെടുക്കുന്ന വലിയൊരു യുക്തിയാണ് അവർ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ യുക്തിക്ക് വഴങ്ങുന്നതായിക്കൊള്ളണമെന്നില്ല ഇക്കാര്യം. ഈ നിലക്ക് ഈ നീതിക്ക് വേണ്ടിയുള്ള ഈ 2 ധാരകളെയും ശരിയായ രീതിയിൽ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ഈ ഘടകങ്ങളെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് ഇങ്ങനെ വെറുതെ കൂട്ടിക്കിട്ടുക എന്നുള്ള അർത്ഥം. ഈ 2 ഘടകങ്ങളുടെയും പ്രധാനപ്പെട്ട അംശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പുതിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായത്. ഇന്ത്യ നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നം
എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന പ്രശ്നം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളി തന്നെയാണ് ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്നുള്ളത്. വേറെ കൂടുതൽ എൻലാർജ് ചെയ്യാതെ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇന്ത്യ നേരിടുന്ന അടിസ്ഥാന. അതായത് ഇന്ത്യയിലെ വലിയ സാമ്പത്തിക ശക്തികളും ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന അത്തരം വലിയ മൂലധന ശക്തികൾ നിയമവിധേയരല്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാക്കിയുള്ളവർക്ക് നമ്മളൊക്കെ നിയമവിധേയമായി ജീവിക്കുന്ന നിയമവിധേയരാണ്. പക്ഷേ ഇവർക്ക് നിയമം ബാധകമല്ലാതായി, അവർക്ക് ഭരണഘടന ബാധകമല്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ മേലുള്ള ഈ അറ്റാക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങൾ ഇന്ത്യൻ മൂലധന ശക്തികൾ എന്നൊക്കെ വിളിക്കാവുന്ന സവർണ സമ്പന്ന വിഭാഗങ്ങളുടെ ഈ നിയമബാഹ്യമായി ഭരണഘടനാ അതീതമായ ഒരു ഇടപാടുകൾക്കാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തുക, ഭരണഘടനയെ ഇല്ലാതാക്കുക, ഭരണഘടനയെ വെല്ലുവിളിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന മർമ്മപ്രധാനമായ കാര്യങ്ങൾ. അങ്ങനെ വെല്ലുവിളിക്കുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പിന്, ഇന്ത്യൻ ഭരണഘടന എല്ലാ കാലത്തും ബാധകമായ അനശ്വരമായൊരു ടെക്സ്റ്റാണെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികമായ ചില ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സമൂഹമായി ഇന്ത്യ നിലനിൽക്കാനുള്ളൊരു മിനിമം ആശയങ്ങൾ, മിനിമം ഗ്യാരണ്ടി ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ആ ഭരണഘടന ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നതോടെ യഥാർത്ഥത്തിൽ കീഴ്ത്തട്ടിൻ്റെ വിച്ഛേദനം ഈ സമൂഹത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിലെ സമ്പത്തിലോ അധികാരത്തിലോ ഉള്ള നാമമാത്രമായൊരു പങ്കാളിത്തം പോലും പരിപൂർണമായും ഇല്ലാതാകും എന്നതാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. അതിൻ്റെ ഏറ്റവും നല്ല 2 ഉദാഹരണങ്ങളാണ്. ഒന്ന്, ഈ സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയുള്ള ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യക്കകത്ത് എങ്ങനെയാണ് സംവരണം പോലൊരു തത്വം രൂപപ്പെട്ടത് എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സവിശേഷ അവകാശമായിട്ട് ഒരു വിഭാഗമെന്ന നിലയിൽ ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്ക് സംവരണം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം രൂപപ്പെട്ടതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു മാനദണ്ഡം ഈ സാമുദായികമായിരിക്കുന്നതിൻ്റെ കാരണവും നമുക്കറിയാം. എന്നാൽ ആ സാമുദായിക മാനദണ്ഡത്തെ അട്ടിമറിക്കുകയും തൽസ്ഥാനത്ത് സാമ്പത്തികം ഒരു മാനദണ്ഡമായി കടന്നു വരികയും ചെയ്യുന്നതിലൂടെ യഥാർത്ഥ സംവരണം എന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തിൻ്റെ അന്തസത്ത പരിപൂർണമായും ചോർത്തിക്കളയുകയും യഥാർത്ഥത്തിൽ ആത്യന്തികമായി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസിനെ ദുർബലപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ദുർബലപ്പെടുന്നതോടെ ഇവർ പിന്നെയും കൂടുതൽ മാർജിൻ ചെയ്യപ്പെടുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായ വിധിയായിട്ട് വരും. ആ നിലക്ക് ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ പാസ്സായിട്ടുള്ള ഈ സാമ്പത്തിക മാനദണ്ഡമാക്കണമെന്നുള്ള ബില്ല് കേവലമായി സവർണർക്ക് കുറച്ച് പേർ കൂടി സംവരണം കിട്ടും എന്ന ഒരു കാര്യമോ പട്ടികജാതിക്കാരുടെ സംവരണത്തിന് ദോഷമില്ലല്ലോ എന്ന നിഷ്കളങ്കമായ കാര്യമോ അല്ല. മറിച്ച് അത് വളരെ വ്യക്തമായും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തെ അട്ടിമറിക്കുകയും സ്വാഭാവികമായും അതിൻ്റെ ഫലമെന്നോണം ഈ ദലിത് വിഭാഗങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ദുർബലപ്പെടുകയും അവർ കൂടുതൽ മാർജിൻ ചെയ്യപ്പെടാനുള്ളൊരു സാധ്യത ആ നിയമനിർമ്മാണത്തിലൂടെ വന്നിട്ടുണ്ടെന്നുള്ള നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അമർത്യ സെൻ ഈ ബില്ലിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും സംവരണം കൊടുക്കാനാണ്, പിന്നെ സംവരണത്തിൻ്റെ കാര്യം എന്താ ഉള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ സംവരണത്തിൻ്റെ യുക്തിയെ തന്നെ ഇത് അട്ടിമറിച്ചിരിക്കുന്നു എന്നാണ് അത്യാവശ്യം ധാരണയുള്ള അമർത്യ സെൻ പറഞ്ഞൊരു കാര്യം. അമർത്യ സെന്നിന് ധാരണയുണ്ട്, ഞാൻ വെറുതെ പറയുന്നില്ല. സാമ്പത്തിക ശാസ്ത്രത്തെ എങ്ങനെയാണ് സാമൂഹിക നീതിയുമായി ബന്ധിപ്പിക്കാം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം എനിക്ക് കിട്ടിയത് ഡോക്ടർ BR അംബേദ്കറിൽ നിന്നാണെന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രകാരനാണ് അമർത്യ സെൻ. കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു, അതിന് തക്ക വിധത്തിൽ ഇന്ത്യ അദ്ദേഹത്തെ മാനിക്കുന്നുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ടെന്നും അതായത് യൂറോപ്പിലെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ പിന്നെ സംവരണത്തിന് എന്താ കാര്യമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ബില്ല് മാത്രവുമല്ല, ആ ബില്ലിന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ ഒരു OICയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 2 MP ഒഴികെ ബാക്കി മുഴുവൻ പേരും ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയും ചെയ്തു എന്നിടത്താണ് പുതിയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം ഇന്ത്യ നേരിടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാർജിൻ ചെയ്യപ്പെട്ട, ഓൾറെഡി ഹിസ്റ്റോറിക്കലി മാർജിൻ ചെയ്യപ്പെട്ട വിഭാഗങ്ങളെ ഈ ആധുനിക ദേശരാഷ്ട്രത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനും
പുതിയൊരു സാമൂഹിക ബന്ധങ്ങളിലേക്ക് മാറ്റി വിളക്കി ചേർക്കുവാനുമുള്ള പരിശ്രമങ്ങളെ വീണ്ടും തടയിടുകയും തകർക്കുകയും ചെയ്യുന്ന പ്രവൃത്തിക്ക് സോക്കോൾഡ് ഇന്ത്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ, BSP അടക്കം, SP അടക്കം, അങ്ങനെ പറഞ്ഞാൽ എല്ലാ പാർട്ടികളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP, കോൺഗ്രസ് എല്ലാവരും അടക്കം ആ ഒരു ദൗത്യത്തോടൊപ്പം നിൽക്കുന്നു എന്നിടത്താണ് ദേശീയമായ മറ്റൊരു രാഷ്ട്രീയ സാധ്യത ആലോചിക്കേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും തദ്ദേശീയരായിട്ടുള്ള ജനവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി നമ്മുടെ മുന്നിൽ വരുന്നു. രണ്ടാമതൊരു കാര്യം, ഈ പറയുന്ന വനാവകാശത്തിൻ്റെ ആ നിയമം റദ്ദ് ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ്. അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ആ കേസ് പരാജയപ്പെടുത്താൻ നമ്മുടെ ഗവൺമെൻറ് കഠിനമായി പരിശ്രമിച്ചിരുന്നു എന്നതാണ് നമ്മൾ പ്രധാനമായും കാണാനൊരു കാര്യം. യഥാർത്ഥത്തിൽ ഈ കേസ് പരിഗണിക്കാനായിട്ട് എടുക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കോടതിയിൽ ഹാജരാവുന്നേയില്ല. ഇത് കേരളത്തിലാണെങ്കിൽ നിരവധി തെളിവുകളുണ്ട്. കേരളത്തിലെ ഭൂമി ഈ കേസുകൾ മുഴുവനും, വനാവകാശവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം നിരന്തരമായി പരാജയപ്പെട്ടു കൊടുക്കുന്നൊരു തന്ത്രം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും നല്ലൊരു സംഗതിയാണ്, ഈ ഉദാഹരണമാണ് ഈ നിയമം റദ്ദാക്കുവാനായിട്ടുള്ളൊരു നീക്കം നടത്തി. ഇതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യം, ഈ ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തിന് ഒരുപക്ഷെ 2005 വനാവകാശ നിയമം എന്നത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള, ഒരുപക്ഷെ അത് ആത്മാർത്ഥമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള, അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്, ഒരു ദേശീയ ഗവൺമെൻറ് ഇന്ത്യയിൽ രൂപം കൊണ്ടാൽ ആ നിയമം എന്നത് ആദിവാസികളുടെ ജീവിതത്തെ മൗലികമായി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളൊരു നിയമനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതിനെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദ് ചെയ്യുന്നതിലൂടെ ഈ ആദിവാസി സമൂഹങ്ങളെ ഈ നാഷൻ സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പരിപൂർണമായും പുറത്താക്കുന്ന ഒരു നടപടിക്കാണ് യഥാർത്ഥത്തിൽ ആ നിയമനിർമ്മാണവും വഴിവെച്ചിരുന്നത്. ഇങ്ങനെ ഈ സമകാലികമായി ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി ഈ പറയുന്ന ഏറ്റവും ഡൗൺ ട്രോഡനായിട്ടുള്ള മാർജിൻഡായിട്ടുള്ള വിഭാഗങ്ങളെ, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വിഭാഗങ്ങളെയൊക്കെ വേറൊരു ആംഗിൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. BJP ഗുജറാത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭരിക്കുക. മുസ്ലിങ്ങൾക്ക് ഒരു പ്രാതിനിധ്യമുള്ള സ്ഥലമല്ല അത്. 9% മുസ്ലിങ്ങൾ ഉള്ള ഒരു സ്റ്റേറ്റാണ്. പക്ഷെ മുസ്ലിം പ്രാതിനിധ്യം എന്നത് 0%. 0. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ UP പോലൊരു സ്ഥലത്ത്, UPയിലും സാമാന്യം ഭേദപ്പെട്ട വോട്ട് ബാങ്കുള്ളൊരു വിഭാഗമാണ് മുസ്ലിങ്ങൾ, ഒരൊറ്റയാളെ പോലും നിർത്താതെയാണ് BJP ഇവിടെ ഈ അധികാരം പിടിച്ചെടുത്തത്. അപ്പം ഇങ്ങനെ ഈ വിഭാഗങ്ങളെ പാർലമെൻ്ററി രൂപത്തിലായാലും അല്ലാതെ ആയാലും ഈ വിഭാഗങ്ങളെ പൂർണ്ണമായും തന്നെ അധികാരത്തിൽ നിന്നും പുറത്തു നിർത്തുന്ന പുതിയൊരു മെക്കാനിസം രാഷ്ട്രീയമായി തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അതിൻ്റെ ഒപ്പമാണ്, അല്ലെ അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ കക്ഷികൾ എന്നതുകൂടി അറിയുമ്പോഴാണ് ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തെ, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജനാധിപത്യത്തെയും രാഷ്ട്രീയ ജനാധിപത്യത്തെയും പ്രാതിനിധ്യ ജനാധിപത്യത്തെ സംബന്ധിച്ച സങ്കല്പത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയൊരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ ദേശീയ തലത്തിൽ പ്രസക്തമാകുന്ന ഒരു വീക്ഷണത്തെ മുൻവെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം ആസന്നമായിരിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ പ്രായോഗികമായ പരിമിതികൾ എന്തു തന്നെ ആയിരുന്നാലും ആ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ വളരെ ഉജ്ജ്വലമായി സമാരംഭിക്കേണ്ടത്. ഡോക്ടർ BR അംബേദ്കർ ലോകത്തിന് മുഴുവനും ബാധകമായ ഒരു തെളിച്ചമായി, ഒരു വഴികാട്ടിയായി മാറിയ ഈ ഘട്ടത്തിൽ ഇന്ത്യയിലും പുതിയ ഒരു രാഷ്ട്രീയ നീക്കം, അത് ഈ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഭംഗിവാക്കുകൾക്കപ്പുറം ജനങ്ങൾക്ക് അധികാരം ഉറപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ജനാധിപത്യ രാഷ്ട്രത്തെ നിർമ്മിക്കുമെന്നുള്ള വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം ആരംഭിക്കേണ്ട ഒരു ഘട്ടമാണിത്. അത്തരമൊരു ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളുടെ ഈ ക്യാമ്പിലെ ആലോചനകൾ ആ ദൗത്യത്തിലേക്ക് നീങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.